ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ തന്ത്രീനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് അറസ്റ്റ് നടത്തിയേക്കുന്നത്. തെളിവുകളാണെങ്കിൽ യാതൊന്നും ഇല്ലതാനും. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമല കൊള്ളയിന്ന് സർക്കാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ രക്ഷപ്പെടാന്നാണ് ധരിച്ചിരുന്നാണ് ഈ കാര്യങ്ങൾ നീക്കിയേക്കണത്. ഇപ്പൊ ഇലക്ഷൻ തന്നെയാണുള്ള. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഇലക്ഷനിൽ ഇനി രണ്ടാമത് ഭരണത്തിൽ വരാന്നുള്ള ഒരു ഇതിലൊക്കെയാണ് സർക്കാർ ഇത്രയും മദ്യലോബിയിൽ നിന്ന് കൊള്ളകൾ മേടിച്ചുകൊണ്ട് ഈ ഇറക്കി ഇത് ചെയ്യാനാന്ന് വെച്ചത്. കാരണം ഇത് ഒത്തിരി പൈസ ഇറക്കി ജയിക്കാന്നാണ് ധാരണയെങ്കിൽ അത് തെറ്റി. കാരണം ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. കാരണം ഒരു തെളിവില്ലാതെ ഇത് അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ വൈരാഗ്യം തീർക്കലാണെന്നും ഈ തന്ത്രി ഈ സർക്കാർ പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ അത് ഒരു കാര്യങ്ങളും കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ പേരിലുള്ള ഒരു സത്വ എന്നുള്ള ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കൊള്ള എന്തായാലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും എന്നുള്ള യാതൊരു ഇതുമില്ല. കാരണം ഈ സർക്കാരിനെ ഈ കള്ളന്മാരെ തൂത്തെറിയും ജനങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. ശരി, വ്യക്തമാണ്. അപ്പോൾ എന്നോട് മണികണ്ഠൻ പറയുന്നത് ഏകദേശം 20 വർഷത്തെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ, കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ നെഞ്ചിടിപ്പ് കൂടാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത്. ശ്രീ അനിയൻകുട്ടൻ. സാറേ നമസ്കാരം. നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. പല പ്രേക്ഷകരും പറഞ്ഞ പോലെ തന്നെ മന്ത്രിയകത്ത് മന്ത്രി പുറത്ത്. ഇത് വാസ്തവല്ല. ഇത് ഇവര് കഴിഞ്ഞ പ്രാവശ്യം 19 തന്നെ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി അവിടെ നടത്തിയ ഉടായ്പ നാടകം കണ്ടില്ലേ? അന്ന് മുതലേ ഇവര് ശബരിമല ചുമലമഷിക്ക് വട്ടം വരച്ചിട്ടേക്കുക. തകർക്കും ഞങ്ങള്, എന്ത് വന്നാലും ഞങ്ങൾ തകർക്കും. ഭരണഘടനയോ ഇവിടുത്തെ നിയമമോ ഒന്നും അവർക്കൊരു വിഷയമല്ല. ഇന്ന് തന്നെ MP ഒന്നും പറഞ്ഞു കേട്ടില്ലേ? കരിമ്പട്ടിയപ്പോ പിന്നെ തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടിയായിരുന്നു. എന്നാ ഈ MP ഒന്നും പറയണ്ടേ? ഈ തെളിവെല്ലാം കൂടെ കോടതി കൊണ്ട് കൊടുത്തു. 90 ദിവസം കഴിഞ്ഞില്ലേ? ഈ പേരെ ഉടായ്പ സംഘം എന്ന് പറഞ്ഞാൽ ഇവർ പണം ഉണ്ടാക്കുക. പിന്നെ ബംഗാളിലും ഇവർ ത്രിപുരയെ സംഭവിച്ചവരെ സംഭവിക്കാവുന്ന എല്ലാവരും പണം ഉണ്ടാക്കിയോ. അങ്ങേയറ്റം പോയാൽ 10-15 കൊല്ലം അല്ലെ 6-7 കൊല്ലം പോയി ജയിലിൽ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇറങ്ങി സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. പാത്രം കഴുകാനും പോകണ്ട, ശല്യം കഴുകാനും പോകണ്ട, വിറക് വെട്ടി കയറാനും വെള്ളം കോരാനും പോകണ്ട. അതിന് പണം ഉണ്ടാക്കാൻ അഴിമതി സർക്കാരായത്. ഇവരത്രയും പെട്ടെന്ന് ഇവരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ? നാണക്കേടാണ് നമ്മുടെ കേരളത്തിന്. വെറും പക്ക കള്ളന്മാരാ. വന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ടില്ലേ? വ്യക്തമാണ്. അപ്പോൾ അഭിപ്രായം കൃത്യമാണ്. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. അന്യൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. ക്രിയേറ്റീവ് മൈൻഡ് എന്നോട് പറയുന്നത് CMRL എക്സാലോജിക് വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള PIL ഇപ്പോഴും കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിലവിൽ ദേവസ്വം ബെഞ്ച് ജഡ്ജിയായ ജസ്റ്റിസ് KV ജയകുമാറാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നോട് പറയുന്നു. അരുന്ധതി കോലംപറമ്പത്ത് നമസ്കാരം മനു എന്ന് പറയുന്നു. അരുന്ധതി, അപ്പോൾ അരുന്ധതിക്ക് ഈ ഹോളിഡേ ആഘോഷിക്കാതിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. മുരളി പറയുന്നു കാട്ടുകള്ളന്മാരുടെ പട്ടികയിൽ മുകളിലുള്ളവരുടെ പേര് കൂടി മാഷിനോടൊന്ന് നോക്കാൻ പറയണം എന്ന് ശ്രീ മുരളി പറയുന്നു. അപ്പോൾ ഏതായാലും പട്ടികയിൽ ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശ്രീനിവാസൻ, നമ്മുടെ സമയം കഴിഞ്ഞു എങ്കിൽ അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ. ഇതൊന്നും നടക്കില്ല സാറേ. ഒരു കേസും നടക്കില്ല. CBI വന്നാലും എന്ത് കേസ് വന്നാലും ഇപ്പൊ എവിടെ എല്ലാം ആവിയായി പോയില്ലേ? ഈ ഒരു കുറ്റപത്രം സംഭവിക്കാൻ പറ്റാത്ത ഇവര് SIT എന്തിന് ഇനി ഇതൊക്കെ നാണം കെട്ട പണിക്ക് പോകണം? ഇതൊന്നും നടക്കില്ല. ഇവിടെ പിണറായി വിജയനുള്ളിടത്തോളം കാലം, മോഡി സർക്കാർ അവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും നടക്കില്ല. ഇതൊക്കെ ആവിയായി പോവും. തന്ത്രീനെ പിടിക്കാണ്ട് മന്ത്രിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പണികളാണ് ഇവിടെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഈ സമയം കഴിഞ്ഞുകൊണ്ടാണ് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും അടുത്ത ദിവസം സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് സർക്കാരിനെ ഒരു പ്രതിസന്ധിയിലാക്കിയോ എന്നാണ് ഞാൻ പ്രധാനമായും അവിടെ ചോദിച്ചത്. തന്ത്രിയുടെ ആരോപണം ഇടത് സർക്കാരിനെ കുരുക്കിയോ എന്ന ചോദ്യത്തിന് 87% ആളുകൾ പറഞ്ഞിരിക്കുന്ന അവരൊരു കുരുക്കിലാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് പറയുന്നു. അതേസമയം 13% ആളുകൾ ഇല്ല, ഇത് സർക്കാരിന് ഇതൊരു പ്രശ്നമേ ആയിട്ടില്ല എന്ന നിലപാടും ആണ് സ്വീകരിക്കുന്നത്. ഏതായാലും ഒരു കോടതിയുടെ നിരീക്ഷണം ഒരു തുടക്കം മാത്രമാണ്. അത് ഒരു അവസാന വാക്കല്ല എന്ന് നമുക്കറിയാം. കൂടുതൽ മേൽക്കോടതികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്വേഷണവും നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. സത്യം മറയ്ക്കാൻ ശ്രമങ്ങളുണ്ടാകാം. പക്ഷം എന്തൊക്കെയായാലും ഒടുവിൽ ഒരു നാൾ സത്യം പുറത്തു വരും. അതിനാൽ വിധിയുടെ അതിരുകൾക്കപ്പുറം
അന്തിമ സത്യം പുറത്തു വരുന്ന ആ നാളിനായി നമുക്കും കാത്തിരിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.